എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 17, അതായത് ഇന്ന് മുതൽ ജൂലൈ 19 രാവിലെ 10 മണി വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയിലാണോ നിലവിൽ അഡ്മിഷൻ നേടിയത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് ഗെറ്റ് ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു ജില്ലയിലെ ഓരോ സ്കൂളിലെയും കോഴ്സ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജില്ലയിലെ കോഴ്സ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷ, അതായത് ആ ഒരു സ്കൂൾ കോഴ്സ് ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ മറ്റൊരു ജില്ല വേണമെങ്കിൽ ആ ഒരു ജില്ലയിലേക്ക് കൂടി ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു വാക്കൻസി പരിശോധിച്ച ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നൽകി, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അതുകൂടി കറക്റ്റായിട്ട് നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷനുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനൊക്കെ നൽകി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ കോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ നിങ്ങൾ നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഓപ്ഷൻ നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ കിട്ടിയാൽ മാറുമെന്ന് ഉറപ്പുള്ള സ്കൂളും കോഴ്സുമാണ് നൽകിയത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി സ്ഥിരപ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ മറ്റൊരു കോഴ്സിലേക്കൊക്കെയാണ് മാറാനായിട്ട് സാധിക്കുക. അത് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക്, അതായത് നിലവിലെ സ്കൂളിൽ തന്നെ സ്കൂൾ മാറാതെ മറ്റൊരു കോഴ്സിലേക്ക് മാറാം. അതുപോലെ തന്നെ നിലവിലെ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ മാറാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിലെ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് മാറാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള പക്ഷം ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷൻ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു VHSC പോർട്ടൽ 2, അതായത് portal.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ മുഖ്യ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിച്ചപ്പോൾ ഉപയോഗിച്ച യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ്, അപ്പോൾ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറാണ്, അതുപോലെ തന്നെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻ നൽകി അപേക്ഷാ ഫോം കൺഫേം ചെയ്യണം. അപ്പോൾ ലഭിക്കുന്ന PDF രൂപത്തിലുള്ള അപേക്ഷയുടെ പ്രിൻ്റ് അപേക്ഷകനും രക്ഷകർത്താവും ഒപ്പുവെച്ച് നിലവിൽ പ്രവേശനം നേടിയ സ്കൂളിലെ പ്രിൻസിപ്പാളിന് സമർപ്പിക്കേണ്ടതാണ്. ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിച്ച് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥി ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് പ്രവേശനം നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.